ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്ന് മിസ്റ്റർ പാഷൻ എന്ന പട്ടീനെ നടത്താനായിട്ട് കൊണ്ടുപോവാണ്. അപ്പം ഞാനാണോ പട്ടീനെ നടത്തുന്നത് അതോ പട്ടിയാണോ എന്നെ ഒരു കാളാനെ പോലെ വലിച്ചുകൊണ്ട് പോകുന്നത്, എന്നെ നടത്തിക്കുന്നതെന്ന് നിങ്ങൾ തീരുമാനിക്കുക. Come on. What do you mean no? ഇത് വോക്ക് ചെയ്യുന്നില്ലല്ലോ. ഹലോ, ഈ വാർഡ്രോബ് മാൽ ഫങ്ഷൻ പോലെ വോക്കിങ്ങിന് മാൽ ഫങ്ഷനോ? നമ്മൾ ഇങ്ങോട്ട് നടക്കാനായിട്ടാണ് വന്നത്, ഇങ്ങനെ നിന്ന് സൈറ്റ് അടിക്കാനല്ല, വായ നോക്കാനല്ല. കമോൺ കമോൺ പട്ടി, മടിയനാവല്ലേ. വോക്ക് കമോൺ. ഓ, ഈ പട്ടിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടേ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് മറന്നുപോയോ? എന്താണ് ഈ പട്ടിയുടെ പ്രശ്നം? ഇംഗ്ലീഷിൽ പറയൂ, അല്ലെങ്കിൽ നടക്കൂ. നിനക്ക് സായിപ്പന്മാരുടെ ഭാഷ അറിഞ്ഞൂടെങ്കിൽ മലയാളത്തിൽ തൻ്റെ ഇടത്തോടെ സംസാരിക്കൂ. ഓക്കെ, നമ്മളിവിടെ സ്റ്റക്കായി കിടക്കുവാണ് ഫ്രണ്ട്സ്. ഈ പട്ടിക്ക് നടക്കാൻ തോന്നുന്നില്ല, ആഗ്രഹമില്ല. കമ്മോൺ പട്ടി, ഒന്ന് നടക്കുന്നേ. നമ്മൾ നടക്കാനായിട്ടാണ് വന്നത്, ഇത്രയും മടി പിടിച്ചിരിക്കല്ലേ. അയ്യേ, വരൂ. അവിടെ ഒന്നും വായ നോക്കില്ല, ഒന്ന് വാ മനുഷ്യ. അല്ല, മനുഷ്യനല്ലല്ലോ, വാ പട്ടി. ഇത് മണത്ത് മൂത്രം ഒഴിച്ച് വരുമ്പോഴത്തേക്കും ഒരു ടൈമാവും. ഈ നടപ്പ് പോലെ നടക്കുമോ ഇങ്ങനെ പോയാൽ? ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇവിടെ വൈകുന്നേരമായി. ഞാനിവിടെ പട്ടീനെ നടത്താനായിട്ട് കൊണ്ടുവന്നേക്കുവാണ്. അപ്പം പട്ടിയുമായി നടക്കുന്നു. ഈവനിങ് വാക്ക് ഫ്രണ്ട്സ്, ഈവനിങ് വാക്ക്. ഒരു എക്സസൈസ് പോലെയൊക്കെയാണ്. A little girl is telling us to come back because she likes to pat Mr. Passion back there. അപ്പോൾ ആരാണ് നടത്താൻ കൊണ്ടുപോകുന്നത്? ആരെ കണ്ട, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചാണ് പട്ടി നടക്കാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ച്. ദേ, ഈ പട്ടി ഡയറക്ഷനൊക്കെ മാറിപ്പോകുന്നു. ഓ, ഇടയ്ക്കൊന്ന് ടോയ്ലറ്റിൽ പോകാനായിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട്. കണ്ട, എല്ലായിടത്തും നോക്കണം, എല്ലായിടത്തും മണക്കണം. മണത്ത് നോക്കി, തൊട്ട് നോക്കി, പിന്നെ ഓടിപ്പായണം, പിന്നെ അടുത്ത സ്റ്റോപ്പ്. അപ്പോൾ ഇതാണ് പട്ടി സഞ്ചാരം. ഓ, പിന്നെ അനാവശ്യമായ നാറ്റങ്ങൾ വല്ലതും കണ്ടാൽ ചവിട്ടി പുറത്താക്കണം. ഈ പട്ടിയാണ് എന്നെ നടത്തുന്നതെന്ന് തോന്നുന്നത്. പട്ടിക്ക് വഴി തെറ്റിപ്പോയി. പട്ടിക്ക് അറിഞ്ഞൂടെ എങ്ങോട്ടാണ് ഇപ്പോൾ പോകണ്ടേന്ന്. പട്ടി എങ്ങോട്ടൊക്കെയോ എന്നെ കൊണ്ടുപോകുന്നു ഫ്രണ്ട്സ്. എന്നെ രക്ഷപ്പെടുത്താൻ ആരില്ലേ? ഈ പാത്തിലൂടെ പോവാം. ഇതാകുമ്പോൾ ജസ്റ്റ് നേരെ നടന്നാൽ മതി. പക്ഷെ പട്ടി വളഞ്ഞ റൂട്ടൊക്കെയാണല്ലോ എടുക്കുന്നത്. നേരെ നടക്ക് പട്ടി. ഇത് കണ്ട, ചുമന്ന ഇല, മയില. ഇങ്ങനെ കാറ്റൊക്കെ ആസ്വദിച്ചിട്ട് വേണം ഈവനിങ് വാക്കിന് പോവാൻ. കണ്ട, മറ്റാൾക്കാരെന്ത് കരുതും, മറ്റാൾക്കാർ കണ്ട എന്ത് തോന്നും, മറ്റാൾക്കാരെ മൈൻഡ് ചെയ്യണ്ട. ജസ്റ്റ് നടക്കുക. കണ്ട, ഇങ്ങനെ മുള്ളുള്ള ചെടികളൊക്കെ ഇങ്ങനെ ഒന്ന് തൊട്ട് മാന്തിപ്പോവുക. ഇടയ്ക്ക് ഒരു പിച്ചലും ഒരു മാന്തലൊക്കെ പതിവാക്കുക. ഇതാണ് പട്ടിയുടെ മുള്ളലും തൂറലിൻ്റെ പ്രധാന സ്ഥലം. പക്ഷേ ഇന്ന് പട്ടി ഈ സ്ഥലം മൈൻഡ് ചെയ്യാതെ പോകുന്നു. വൈ? ഇല്ല, മൈൻഡ് ചെയ്തു. യു നീഡ് ടു മൈൻഡ് ദ ബിസിനസ്. ദേ, ഈ പട്ടി വീണ്ടും അവിടെ പോയി മൂത്ര വയ്ക്കാനുള്ള പ്ലാനാണ്. ദേ, കണ്ട എല്ലായിടത്തും പോയി മൂത്ര വയ്ക്കുന്നു. ഇതെന്താണ് ഈ പട്ടിക്ക്? ഓ, എന്തൊരു വൃത്തിയായിട്ട സ്വഭാവം. മതി, വാ പോകാം. തീർന്നില്ലേ ഇത്? മണത്തേ. ഓ, വല്ലാത്തൊരു നാറ്റമായിരിക്കും. എല്ലായിടത്തും മണത്ത്. ദേ മൂത്രം ഒഴിച്ചു. ദേ അയ്യേ, ഈ
ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ പോകുന്നു. കണ്ട, ഈ പട്ടി എല്ലായിടത്തും മൂത്രമൊഴിച്ചോണ്ടിരിക്കുന്നു ഫ്രണ്ട്സ്. ഒന്നും പറയണ്ട. വേറെ പട്ടിയുടെ മണം കിട്ടിയാ മതി, അവിടെ പോയി മൂത്രമൊഴിക്കും. ദേ ഈ മുള്ളുള്ള ദേ ഇവിടെ പോലും ദേ അതിനെ പോലും വെറുതെ വിടുന്നില്ല. ദേ മുള്ളാനി ഒന്നുമില്ല. മുള്ളി എല്ലാം തീർന്നു. ആ ഒരു പരിവായി. കണ്ട, നല്ല കാറ്റൊക്കെ. ഇതൊക്കെ ആസ്വദിച്ച് നടന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ഓസ്ട്രേലിയ ടു കേരള. ദേ നോക്കൂ, ഒരു പ്ലെയിൻ ഒക്കെ പോകുന്നു. നമ്മുടെ നാട്ടിലോട്ടാണോ ഈ പ്ലെയിനിന്റെ യാത്ര? നാട്ടിലോട്ടാണോ? ടു കൊച്ചി ഫ്രം ഓസ്ട്രേലിയ. എന്നെയും കൂടെ കൊണ്ടുപോ. നോക്കൂ ഈ മനോഹരമായ പൂക്കൾ. ഇത് നോക്കൂ ഫ്രണ്ട്സ്, ദ ഫ്രാഞ്ചിപ്പെനി പൂക്കൾ. ഒരെണ്ണം ഒന്ന് പറിച്ച് മുടിയിൽ ചൂടാനായിട്ട് തോന്നുന്നു. ഇതാണ് എൻ്റെ ഈവനിങ് വാക്ക്. ഇറ്റ്സ് എ റിലാക്സിങ് അപ്പ് ക്ലോസ് ആൻഡ് പേഴ്സണൽ ടു ദ നേച്ചർ. ഇറ്റ്സ് എ നേച്ചേഴ്സ് വാക്ക്. അയ്യോ ഫ്രണ്ട്സ്, ഇത് പറിച്ചിട്ട് ഇതേ നോക്ക്, ഫുള്ളി വെള്ള സാധനമൊക്കെ. അയ്യോ, ഇത് ഞാൻ എങ്ങനെ എൻ്റെ തലയിൽ മുടിയിൽ ചൂടും? അയ്യേ, സാരമില്ല, നമുക്ക് ഈ മതിലിലോട്ട് തേച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്ത് ഭംഗി നോക്കൂ ഫ്രണ്ട്സ്, എന്ത് ഭംഗി നിന്നെ കാണാൻ. യെസ്, ഞാൻ ഈ റോഡ് സൈഡിൽ കിടന്ന് ഇങ്ങനത്തെ കോപ്രയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. But look at it, so beautiful. Beauty is in the eyes of the beholder, friends. നിങ്ങൾ ആ ചൊല്ല് കേട്ടിട്ടുണ്ട്, ബ്യൂട്ടി is in the eyes of the beholder. ഇതിലും ബ്യൂട്ടി ഉണ്ട്. എങ്ങനെയുണ്ട്? എന്നെ കാണാൻ നല്ല രസമുണ്ടോ? നല്ല ഭംഗിയുണ്ടോ? ഇതും കൂടെ കിട്ടപ്പോഴത്തേക്കും. ഇത് ചെമ്പരത്തി പൂവല്ല കേട്ടോ മലയാളീസ്. അയ്യോ, ദേ പോയി. ഓ, പട്ടിക്ക് നല്ല സ്റ്റാമിന. ദേ പട്ടി ഒരു കാളനെ പോലെ എന്നെ വലിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ പട്ടീനെ നടത്തുകയല്ല നമ്മൾ ചെയ്യുന്നത്, പട്ടി എന്നെയാണ് നടത്തുന്നത്. പട്ടി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എക്സസൈസും ഫിറ്റ്നസ്സൊക്കെ എൻ്റെ ജീവിതത്തിൽ ഈ പട്ടി കാരണമാണ്. ഇതാണ് അതിൻ്റെ ഉത്തരവാദി. കണ്ട, എന്നെ വലിച്ചുകൊണ്ട് പോകുന്നു, കണ്ടില്ലേ ഫ്രണ്ട്സ്? ദേ പട്ടി സ്പീഡൊക്കെ കൂട്ടുന്നു. ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുന്നു പട്ടി. അയ്യോ ഫ്രണ്ട്സ്, നല്ല ഗ്രാസ്. പക്ഷെ ഞാനിതിൽ ചവിട്ടില്ല, കാരണം ഇതിലാണ് പട്ടി അപ്പിടുന്നതെന്ന് എനിക്കേ അറിയൂ. അതുകൊണ്ട് ഇവിടെ ഒന്നും ഞാൻ ചവിട്ടാറില്ല. എന്നിട്ട് വേണം പട്ടിമൂത്രം പോലെ മണക്കാൻ. ഓസ്ട്രേലിയനെ കാണുമ്പോൾ നാടിൻ്റെ ഒരു ലുക്കുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ ഞാൻ നാട്ടിലോട്ട് സ്കൂട്ടടിച്ചു. നമ്മുടെ ഒരു നാടൻ ലുക്കൊക്കെ അല്ലേ ഇതിന്. ആഹാ, നല്ല അടിപൊളി കാറ്റ്. കണ്ടില്ലേ? ഈ മരത്തിൻ്റെ ചോട്ടിലാണ് ഞാൻ, ഈ മരത്തിൻ്റെ അടിയിൽ. ഓക്കെ, നല്ല കാറ്റ്. ഞാൻ പറഞ്ഞില്ലേ പട്ടി ഇവിടെ മൂത്രമൊക്കെ ഒഴിക്കുന്നു. ഇവിടെയാണ് അതിൻ്റെ ഒരു സ്പോട്ടാണിത്. അതിനങ്ങനെ പല പല പ്രത്യേകമായ സ്പോട്ട്സ് ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ എനിക്കറിയാം പട്ടി തൂറിയ സ്ഥലമാണോ, പട്ടി മൂത്രമൊഴിച്ച സ്ഥലമാണോ. ഇതേ കണ്ടോ, മൂത്രമൊഴിച്ച കണ്ടില്ലേ? അവിടെ അവിടെയൊക്കെ നമ്മൾ പോയി ചവിട്ടരുത്. ആഹാ, ഞാൻ എൻജോയ് ചെയ്യുന്നു ഫ്രണ്ട്സ്. നിങ്ങളുടെ അടുത്തൊക്കെ സംസാരിച്ച് ഈ വീഡിയോ ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്ത് എൻജോയിങ് ആണെന്ന് ഞാൻ. എന്താ കുറേ കുരു. Really nice to get the evening sunlight. വൈകുന്നേരത്തെ സൂര്യപ്രകാശത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലേ, നല്ലൊരു വൈറ്റാലിറ്റി തരുന്നൊരു സംഭവമാണത്. ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. നിങ്ങളൊക്കെ എവിടെ? പട്ടി എസ്കേപ്പ് അടിച്ചോ? പട്ടി ഇവിടെ ഉണ്ട് ഫ്രണ്ട്സ്. പട്ടി കണ്ട? പട്ടിനെ കണ്ടോ? പട്ടി എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്നു. അപ്പൊ ഫ്രണ്ട്സ്, ഇതാ പട്ടി എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ഉറങ്ങിപ്പോവാൻ പോകുന്നു. റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആഹാ,
ശുഭദിനം. കണ്ട അപ്പാപ്പന്മാരെ പോലെ ദേ ഉറങ്ങിപ്പോന്നു. എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ഇരിക്കുന്നുണ്ടില്ലേ. സ്കൂൾ ഹോളിഡേ ടൈമാണ്. ഇതാണ് പശുവിന്റെ സംഭവം. കാഷ്ടം, പശൂസ് യുനോ, പശു തൂറിയ സാധനം, ദ കൗഡം കേക്ക്സ്. കണ്ട ഗൗമാതാവിന്റെ സംഭവം. അപ്പൊ പശുവിടെ ടോയ്ലറ്റ് സംഭവം വീട്ടിൽ നമ്മൾ കത്തിച്ച് ഐശ്വര്യകരമാവുമ്പോൾ കണ്ട ചില ആൾക്കാർ അവരുടെ വീട് വരെ ഈ സംഭവം വെച്ചുണ്ടാക്കും. അപ്പൊ ഒരു പട്ടിയുടെ സംഭവത്തിന് എന്താണ് ഇത്രയും അരച്ചിലും കുറച്ചിലൊക്കെ എല്ലാരും ചെയ്യുന്ന സംഭവം. അപ്പൊ ഫ്രണ്ട്സ്, hope all of you enjoyed this evening walk with me. Take care, love you all. Bye bye.